ശോഭാസ് കിച്ചണിലെ ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ 1.5 ഗ്ലാസ് ഇഡ്ഡലി റൈസ് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതൊന്നൊരു നല്ലപോലെ കഴുകി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളകും അതുപോലെ 1 കപ്പ് നാളികേരം, ചിരകിയ നാളികേരവും ചേർത്ത് 1 ടീസ്പൂണ് ജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൽ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുകയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിൽ നമുക്ക് മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഇതുകൊണ്ടൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നീർദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പാകത്തിന് ഉപ്പിട്ടിട്ട് ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം കേട്ടോ മാവ് റെഡിയായി. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. ഒരു 1/2 കപ്പ് നാളികേരം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളകും, 2 സ്പൂണ് പൊട്ടുകടലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയിലുള്ള ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ കടുകും കറിവേപ്പിലയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. നീർദോശ ഉണ്ടാക്കുമ്പോൾ കല്ല് നല്ല പോലെ ചൂടായിട്ട് വേണം കേട്ടോ മാവ് ഒഴിക്കാൻ. പിന്നെ മാവ് ഒഴിച്ച് നമ്മൾ മറ്റ് ദോശ ഉണ്ടാക്കുന്ന പോലെ പരത്തൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ എണ്ണയൊക്കെ തടവി 2 ഭാഗവും നല്ല മുരിയിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ മാവാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് തലേദിവസം അരച്ച് വെക്കണം എന്നില്ല. ഇനി തലേദിവസം വെള്ളത്തിലിടാൻ തന്നെ നമ്മൾ മറന്നു എന്നുണ്ടെങ്കിൽ രാവിലെ ഇട്ടാലും മതി. ഒരു 6 മണിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോഴേക്കും നമുക്കിത് അരച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ്. അരിയുടെ കൂടെ നമ്മൾ നാളികേരവും അതുപോലെ ജീരകമൊക്കെ അരച്ച് ചേർക്കുന്നത് കാരണം നല്ലൊരു മണവും നല്ലൊരു രുചിയാണ് കേട്ടോ ഈ ദോശയ്ക്ക്. മാവിൽ ഒരു 1/2 ടീസ്പൂൺ കായം കൂടി ചേർത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.